ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തമിഴ്നാട്ടിൽ TVK കോൺഗ്രസ് സഖ്യം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനം വന്നിരിക്കുന്നു. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, അങ്ങനെ TVK കോൺഗ്രസ് സഖ്യം വരുന്നു. ഉറപ്പായും അതൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. അഭ്യൂഹങ്ങളും അനൌദ്യോഗിക ചർച്ചകളുമാണ് ഇതുവരെ നടന്നതെങ്കിൽ ഇപ്പോഴിതാ ഒരു അംഗീകാരമുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായി തന്നെ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ TVK കോൺഗ്രസ് സഖ്യം നിലവിൽ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വൈകുന്നേരം ചേർന്ന ഹൈക്കമാൻഡ് യോഗത്തിൽ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തീരുമാനമെടുക്കാനായി തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമിതി ഓൺലൈനായി സൂമിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് TVKക്ക് പിന്തുണ നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. 5 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. ഈ 5 MLA-മാരും വിജയിയെ പിന്തുണയ്ക്കും, TVKയെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ചില ഉപാധികൾ കൂടി ഈ പിന്തുണ നൽകുമ്പോൾ കോൺഗ്രസ് മുന്നിൽ വെക്കുന്നുണ്ട്. 2 മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാന ബോർഡ് കോർപ്പറേഷൻ പദവികളും വേണം എന്ന് TVKയോട് ആവശ്യപ്പെടാനാണ് ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ, ഓൺലൈനായുള്ള യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം. ഏതായാലും ഹൈക്കമാൻഡിനെ നാളെ തന്നെ വിവരം അറിയിക്കുകയും നാളെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കത്ത് TVKക്ക് നൽകാനുമാണ്. ഈ പിന്തുണ അറിയിച്ചുള്ള കത്ത്, MLA-മാരുടെ ഒപ്പടങ്ങിയ കത്ത് TVKക്ക് നൽകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. DMK ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് പ്രധാനം. രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞതാണ്. ആ വിമർശനങ്ങൾക്കിടെയാണ് ഇപ്പോൾ കൈകൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ആദിൽ, ഉറപ്പായും അത് തന്നെയാണ്. കാരണം DMKയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. ഒരുപക്ഷെ DMK അവകാശപ്പെടുന്നത് പോലെ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എടുത്തുയർത്തിയ നേതാവാണ്, ഉയർത്തിക്കാട്ടിയ നേതാവാണ് സ്റ്റാലിൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഉപാധികളില്ലാതെ പിന്തുണ നൽകിയിരുന്ന നേതാവാണ് സ്റ്റാലിൻ. അങ്ങനെയുള്ള നേതാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് TVKയുടെ വിജയുടെ അടുത്തേക്ക് പോകുന്നത് എങ്ങനെ, ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി മാറുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 50ഓളം അല്ലെങ്കിൽ 50-ലധികം MP-മാരുണ്ട് 2 സഭകളിലുമായി DMKക്ക് എന്ന് നമുക്കറിയാം. ആ വിധത്തിൽ വലിയ കക്ഷി ബലമുള്ള, അംഗബലമുള്ള ഒരു പാർട്ടിയെ ലോക്സഭയിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യും? ഇനി DMKയെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഏതായാലും പല ചോദ്യങ്ങൾക്കിടെയാണ്, ആശയക്കുഴപ്പങ്ങൾക്കും ആശങ്കകൾക്കും ഇടെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. വിജയുമായി കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എന്നതാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് TVKയുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സഖ്യത്തിലാകാനുള്ള ആഗ്രഹവും ഇതിനുള്ള ചർച്ചകളും നടന്നിരുന്നതാണ്. പക്ഷേ ഒടുവിൽ സോണിയാഗാന്ധിയുടെയും കനിമൊഴി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ DMKയുടെ ആവശ്യപ്രകാരം സോണിയാഗാന്ധി ഇടപെടുകയും പിന്നീട് ആ സഖ്യത്തിൽ നിന്ന്, ചർച്ചകളിൽ നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പിന്മാറുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലം വന്ന ശേഷം കോൺഗ്രസ് TVKക്ക് കൈകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. TVK അധ്യക്ഷൻ നടൻ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഇനി 5 MLA-മാരുടെ പിന്തുണ കൂടി TVKക്ക് ആവശ്യമാണ്. പ്രധാനപ്പെട്ട ഒരു കടമ്പ മാത്രമാണ് ഇപ്പോഴും TVK മറികടന്നിട്ടുള്ളത്. ഇനിയും 5 MLA-മാരുടെ പിന്തുണ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ആരാകും ഇനി TVKയെ സഹായിക്കാൻ പോവുക? ഏതൊക്കെ പാർട്ടികളോട് പിന്തുണ തേടാനാണ് TVKയുടെ നീക്കം? 118 സീറ്റുകളാണ് ആകെ വേണ്ടത്. അംഗബലമാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അങ്ങനെയാണെങ്കിലേ സർക്കാർ, മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്താലും സർക്കാർ രൂപീകരണത്തിൽ ആ നിലയ്ക്ക് ഒരു സാധുത വരികയുള്ളൂ. അപ്പോൾ 10 സീറ്റുകൾ, അതിൽ 5 എണ്ണം കോൺഗ്രസ് നൽകുന്നു. 5 എണ്ണം ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം. അതിൽ ഇടത് കക്ഷികളുടെ അഭിപ്രായം, തീരുമാനം ഇതുവരെ നിലപാടായി പ്രഖ്യാപിച്ചിട്ടില്ല. CPM-ന് 2 സീറ്റുകളും CPI-ക്ക് 2 സീറ്റുകളും ഒപ്പം മുസ്ലിം ലീഗിനും 2 സീറ്റുണ്ട്. മറ്റു കക്ഷികളല്ല, മറ്റു 2 കക്ഷികൾ 2-1 സീറ്റുള്ള മറ്റു ചെറുകക്ഷികൾ DMKയ്ക്കൊപ്പം നിൽക്കും എന്ന് തന്നെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടാണ് ഇതിൽ പ്രധാനം. മുസ്ലിം ലീഗിന്റെ നിലപാടാണ് ഇനി പ്രധാനം. ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ തന്നെ, നാളെ പകൽ തന്നെ, ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് 2 പാർട്ടികളും 3 പാർട്ടികളും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റന്നാൾ സത്യപ്രതിജ്ഞയെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പുറത്തുനിന്ന് പിന്തുണയ്ക്കുമോ, അകത്ത് കയറി പിന്തുണയ്ക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ. ഏതായാലും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നടൻ വിജയ് മറ്റന്നാൾ ചെന്നൈയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അതിനിടെ 5 MLA-മാർ, കോൺഗ്രസ് MLA-മാർ TVK പിന്തുണയ്ക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് അല്പസമയം മുൻപ് ചേർന്ന രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലാണ്, ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ചരിത്രപരമായ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ആര്യ. ഓക്കെ, ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ TVK-ക്ക് പിന്തുണ നൽകാൻ കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് ഔദ്യോഗികമായ തീരുമാനം എടുത്തത്. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് യോഗം ചേർന്നപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസിന് ഈ വിഷയത്തിൽ രാഷ്ട്രീയകാര്യ സമിതിക്ക് തീരുമാനം എടുക്കാമെന്നുള്ളതാണ് ഹൈക്കമാൻഡ് അറിയിച്ചത്. അതിന് പിന്നാലെ തീരുമാനം വന്നിരിക്കുന്നു. കൃത്യമായ ഉപാധികൾ വെച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് TVK-ക്ക് കൈകൊടുക്കുന്നത്. 5 MLA-മാരുടെ പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നത്. അതിൽ 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട ഉപാധിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്.